உனக்கு என்ன தைரியத்துல நீ இவளையும் கூட்டிட்டு வீட்டுக்கு வந்த? எனக்கு இப்படி ஒரு மகனே இல்ல. இறங்கி போயிரு. മമ്മി പ്ലീസ് മമ്മി, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നീ ഒരു അക്ഷരം വേണ്ടി പോരുത്. ഞങ്ങൾ ഉറപ്പിച്ച കല്യാണം വേണ്ടാന്ന് വെച്ചിട്ടേ ഇവന്റെ കൂടെ പോയി നീ ഇനി ഈ വീട്ടിൽ കാല് കുത്തൂല. ഈ സമയത്ത് നോക്കാൻ ആളില്ലാതെ എങ്ങനെ? കൊച്ചിന്റെ മോൻ്റെതായി പോയില്ലേ? കൊച്ചിന്റെ അമ്മ എൻ്റെ മോളായി പോയില്ലേ? അപ്പം ഞാനങ്ങനെ മനസ്സമാധാനത്തോടെ അവിടെ ഇരിക്കും. എന്തു പറ്റിയടി? ആരാ വന്ന്? നീ എന്തിനാ ഇങ്ങനെ നിൽക്കണ? അവരെ അകത്തേക്ക് വിളിക്കത്തുന്നേ? വാ അമ്മ, അകത്തേക്ക് വാ. അമ്മ ബാങ്ക് അമ്മ വാ. രണ്ടുപേരും ഇപ്പോഴെങ്കിലും ഭാഷയൊക്കെ മാറ്റി വെച്ച് ഞങ്ങളെ കാണാമെന്നല്ലോ ഇല്ലടി. കല്യാണത്തിനോ ഞങ്ങൾക്ക് അനുഗ്രഹം മേടിക്കാൻ പറ്റിയില്ല. ഇപ്പോഴെങ്കിലും രണ്ടുപേരും ഞങ്ങൾ അനുഗ്രഹിക്കണം. അയ്യോ മക്കളെ, അതൊന്നും വേണ്ട. ഉങ്ങ രണ്ടുപേർക്ക് നല്ലത് മാത്രം തന്നെ വരും. മോനെ, അന്ന് മമ്മി പറഞ്ഞതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ മോനെ. അയ്യോ മമ്മി, അതൊന്നും കുഴപ്പമില്ല. മമ്മി എനിക്ക് അമ്മയെ പോലെ അല്ലേ. മമ്മി ശ്രീ, നമുക്ക് എവർക്ക് രണ്ടുപേർക്കും മാളത്ത് രണ്ടു റൂം സെറ്റാക്കി കൊടുത്താലോ? എപ്പോൾ റെഡിയാക്കിയെന്ന് ചോദിച്ചാൽ പോരെ? ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എടീ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനും. രണ്ടമ്മമാരും നമ്മളെ കാണാൻ വേണ്ടി വന്നില്ലേ? ഞാനെപ്പോഴും പറഞ്ഞില്ലേ നമുക്ക് കുഞ്ഞൊക്കെ ആകുമ്പോൾ രണ്ടുപേരും വരുന്നു. പക്ഷേ ഇച്ചിരി നേരത്തെ വന്ന് അല്ലാണ്ട് കുഞ്ഞിൻ്റെ ഭാഗ്യം. എൻ്റെ കുഞ്ഞോ? നമ്മുടെ കുഞ്ഞ്. സോറി സോറി സോറി. ശ്രീ, ആരോ വിളിക്കുന്നു. ഇനി അമ്മ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും. ഞാൻ പോയി നോക്കാം. നീ കിടക്ക്, ഞാൻ നോക്കിക്കോളാം. ഇല്ല, ഞാൻ എണീറ്റില്ല. ഞാൻ പോയി നോക്കാം. ஊருக்கண்ணு, உறவு கண்ணு, நாய்க்கண்ணு, நரிக்கண்ணு எல்லாம் தொலைஞ்சு போட்டும். വെളുപ്പാങ്കാലത്ത് വന്നിട്ട് എന്റെ മോള് തൊലിഞ്ഞു പോട്ടെന്നാ? അയ്യോ അമ്മ, കണ്ണേറ് വല്ലതും ഉണ്ടെങ്കിൽ തൊലഞ്ചു പോട്ടെന്നാണ് അമ്മ പറഞ്ഞത്. എന്റെ വായില ഇത് വെച്ചോട്ട് സംസാരിക്കാൻ പാടില്ല. സ്വാമി കോപിക്കും. വാട്ട് എവർ, ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഹെൽത്തി ബേബിക്ക് ഇമ്പോർട്ടൻറ്റ്. വാ വാ, നമുക്ക് യോഗ ചെയ്യാം. മമ്മി കുറച്ചും കൂടെ ഉറങ്ങിക്കൊണ്ട്. ഏർലി മോർണിംഗ് യോഗ ചെയ്താലേ ബെനിഫിറ്റ് കിട്ടും. വരൂ. ആ, വളരെ നല്ല കാര്യമാണ് മമ്മി. നീ പോയി കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ വാ. ഞാൻ കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ. ശരി. മോൻ എവിടെ പോണു? മോനും വരൂ. അല്ല, ഞാനെന്തിനു പറഞ്ഞേ? അവളെ പ്രസവിക്കണേ? നോ, കൊച്ചിന്റെ അച്ഛന്റെ ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വന്നേ പറ്റൂ. ശരി, അച്ഛന് കുറച്ച് ആരോഗ്യം. അല്ല, അത് മമ്മി സാറേ, ഞാൻ ആ മെയിൽ ഇന്നലെ തന്നെ അയച്ചതാണ്. ആ, അത് ഞാൻ ഇന്ന് അയച്ചേക്കാം. ആ ശരി. വരവരെ ഉമ്മാരെ കൊണ്ട് ഭയങ്കര ശല്യമുണ്ട് ഇത്. മോളെ, ഇതാ ഈ കഷായം ഒന്ന് കുടിക്ക്. 14 ഔഷധം ചേർത്ത് മോക്ക് വേണ്ടി അമ്മ ഉണ്ടാക്കിയ കഷായവാ. അമ്മ കഷായപ്പ് വേണ്ടമ്മ. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇതിലേ സദ്ദല്, വാദം, കഫം, പിത്തം എല്ലാത്തിനുള്ള ഔഷധമാ. അമ്മ, അവൾക്ക് വാദവും പിത്തൊന്നും അല്ലമ്മ, അവള് ഗർഭിണിയാണ്. നീ ചുമ്മാ ഇരടാ. മോള് കുടിക്ക്. എങ്ങനെയുണ്ട് മോളെ? കൊള്ളാമ്മ. അപ്പൊ ഡെയിലി ഒരു ഗ്ലാസ് തരാവേ. മോളെ, ദാ നിനക്ക് ഇഷ്ടപ്പെട്ട ബർഗർ, ഐസ്ക്രീം എല്ലാം ഉണ്ട്. ഐസ്ക്രീമാ? ഇതാണോ നിങ്ങളുടെ ഹെൽത്തി? ഈ ചപ്പ് ചവറും കൊടുത്ത് കൊച്ചിന് പനിയാ ജലദോഷം വന്നാ?
അതൊക്കെ ഈ സമയത്ത് ഇഷ്ടമുള്ള കുറച്ചൊക്കെ കഴിക്കാം. ഇതാ മോളി ചൂടോടുകൂടി ഈ ബർഗർ അങ്ങോട്ട് കഴിക്കും. ഇല്ല മമ്മി, ഞാൻ ഇപ്പൊ കഷായം കുടിച്ചോളൂ. അയ്യേ കഷായോ? നീ എന്തിനാ നമുക്ക് എടുത്ത് കുടിച്ചത്? എന്നാ ഇതെടുത്തേ. ഓക്കെ ആണോ? വല്ല ചപ്പ് ചവറും കൊടുത്തിട്ടാ കൊച്ചി ഛർദ്ദിച്ചത്. ഞാൻ കൊടുത്തതിന്റെ അല്ല, നിങ്ങൾ കൊടുത്ത കഷായത്തിന്റെയാ. ഞാൻ കൊടുത്തതേ ഛർദ്ദിക്കാതിരിക്കാനുള്ള കഷായവാ. ഓ അതിപ്പോ ഞാൻ കണ്ട്. ദയവ് ഇത് രണ്ടുപേരും ഒന്ന് നിർത്തുവോ? അവക്ക് എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ അവളെടുത്ത് കഴിച്ചോളൂ. മോനെ, കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിക്കണമെങ്കിൽ ഈ കഷായം കൊടുക്കണം നമ്മെ പറഞ്ഞ് മനസ്സിലാക്കും. മമ്മി ഉമ്മി വളരെ ഇറച്ചിയും പന്നൊക്കെ കൊടുത്ത് കൊച്ചിനെ ഛർദ്ദിപ്പിച്ചിട്ട് എന്റെ കഷായത്തെ കുറ്റം പറയണം. നീ എല്ലാം കണ്ട് കുത്ത വിഴുങ്ങിയ പോലെ നിന്നോ? നിനക്കെങ്ങനെ ഉണ്ടടി? അല്ല ഒന്നുമില്ല അരി ഒന്നുമില്ല. പോട്ട് പോട്ട്. ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാത്തു നിന്നോടിഷ്ടം കൂടെ. പാട്ട് ഇതേ എന്റെ കൊച്ചിന് പാടി കൊടുക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണേ. ശ്രീ, നമുക്കേ നേരത്തെ ഇട്ട പേര് വേണ്ട, കുഞ്ഞിന് കുറച്ച് വെറൈറ്റി ആയിട്ടിട്ട പേരിട്ടാലോ? പിന്നെ ഒന്ന് നോക്കാം. നീ തന്നെ എന്ത് പേര് ഫിക്സ് ചെയ്താലും എനിക്ക് ഓക്കെ. അയ്യാടോ, ഈ പേര് കണ്ടുപിടിക്കാനുള്ള മടിയുണ്ടല്ലേ ഈ സ്നേഹം? അല്ല അങ്ങനെയല്ല, ഞാൻ തന്നെ ഒരു പേരിടാം. கதிர் செல்வன். எங்க அப்பாவோட பேரு. பெண் குழந்தைன்னா நளினி. ജാമ്പോന്റെ കാലത്തെ പേരും കൊണ്ടുവരും. ആൺകുട്ടിയാണെങ്കിൽ അറ്റ്ലസ്, പെൺകുട്ടിയാണെങ്കിൽ ഭീമേന്ന് വിളിക്കുമായിരിക്കും അല്ലേ മമ്മി? എടാ ഞാൻ പണ്ടേ ഉണ്ടോ ചൊല്ലിയിരിക്കേ ഓൻ കുഴത്തേക്ക് ഞാൻ താ പേര് പോടുവേന്ന്. കുഞ്ഞിനെ വിളിക്കാനുള്ള പേരാണ് ഇടാൻ പറഞ്ഞത്, അല്ലാതെ വട്ടപ്പേരിടാനല്ല. അയ്യോ പേരിട്ട ചന്ത ഞാൻ കണ്ടല്ല. എന്ത് ഞാനിട്ട പേരിന് എന്ത് കുഴപ്പം? എന്ന് പറഞ്ഞാല് ഈ കഞ്ഞി പേരിടാൻ സമ്മതിക്കൂല ഞാൻ. നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയാ? ഞാൻ തീരുമാനിച്ചാ മതി. സ്വന്തമായിട്ട് തീരുമാനിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. നീ പോടി. തൊളെ നീ ആരാണ് നിന്റെ തള്ള? വേണ്ട വേണ്ടത്തിപ്പോ നിങ്ങൾ നീ എന്റെ കതിർ സെൽവൻ അറ്റ്ലസ് അല്ലേ? നമുക്ക് അറ്റ്ലസ് സെൽവൻ എന്ന് വിളിക്കാം. ആദ്യം ഞങ്ങൾ കുഞ്ഞൊന്ന് ജനിച്ചോട്ടെ പ്ലീസ്. അമ്മിങ്ങ ശ്രീ, ഇങ്ങനെ പോയാ നമ്മുടെ കൊച്ചിന് നമുക്ക് ഇഷ്ടമുള്ള പേരിടാൻ പറ്റുമെന്ന് പോലും എനിക്ക് തോന്നണില്ല. പേരിടണ പോട്ടടി. ജനിക്കാത്ത കൊച്ചിന് 1 വയസ്സാകുമ്പോൾ എവിടെ കൊണ്ടുപോയി മുട്ട അടിക്കണമെന്നായിരുന്നു ഇന്നലത്തെ അവരുടെ അടി. ഇതിപ്പോ എന്നെ നോക്കാൻ വന്നിട്ട് അവരെ നമ്മൾ നോക്കേണ്ട അവസ്ഥയാണല്ലോ. നീ ഒരു കാര്യം ചെയ്യും, നീ എങ്ങനെയെങ്കിലും നിന്റെ മമ്മി ഒന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ഞാനും എൻ്റെ അമ്മ എങ്ങനെയെങ്കിലും ഡീൽ ചെയ്തോളാം. മമ്മി വന്നപ്പോ ഞങ്ങൾ രണ്ടുപേരും എന്ത് ഹാപ്പി ആയെന്നറിയോ? എന്നാ ഞാൻ ഹാപ്പി അല്ല. ആ തള്ളക്ക് എന്നെ കാണുമ്പോ ചൊറിച്ചല. അതെന്തുകൊണ്ട്? അവർക്ക് പക്വതയില്ല. എൻ്റെ അമ്മയുടെ ഒരു റേഞ്ചൊക്കെ വെച്ചിട്ട് ഇവരുടെ കരി വെക്കാനൊന്നും പോവരുത്. മോളാ പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷെ അവരെന്നെ ചുമ്മാ ചൊറിയാമെന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്യും? മൈൻഡ് ചെയ്യാതിരിക്കണം, സിമ്പിൾ. അതിനെ ജയന്തി അല്ലാതാകണം. മമ്മി ഇങ്ങനെ വാശി കാണിക്കല്ലേ, എനിക്ക് വേണ്ടിയെങ്കിലും പ്ലീസ്. ഒന്ന് പോടി. എൻ്റെ അടുത്ത് കളിച്ചാൽ കളി പഠിപ്പിച്ചിട്ടേ ഗിരിജ വിടും. ആ അപ്പച്ചി, നീയാ? ഷോ, അപ്പച്ചി അങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചല്ലോ. അവളെ ശുശ്രൂഷിച്ചായിരിക്കും അല്ലേ? എന്നിട്ട് അവളെവിടെ? അവള് ഹോസ്പിറ്റലിൽ പോയി. നീ വാ. ഇത് തെറ്റില്ലാത്ത വീടാണല്ലോ. നീ എന്തായാലും മോളെ പെട്ടെന്ന് ഇങ്ങോട്ട്. അപ്പച്ചി ഇങ്ങനെ പെട്ടെന്ന് മനസ്സ് മാറുമെന്ന് ഞാൻ വിചാരിച്ചാ. അല്ലെങ്കിൽ അപ്പച്ചി മിണ്ടായിരിക്കുമ്പം ഞാൻ എങ്ങനെ അവളോട് മിണ്ടാനാ?
കൂടെ കളിച്ച് വളർന്നതൊക്കെ ശരി തന്നെ. എന്നാലും എനിക്ക് അപ്പച്ചി കഴിഞ്ഞേ ഉള്ളൂ ആരും. ഇപ്പം നിങ്ങളൊക്കെ ഓക്കെ ആയ സ്ഥിതിക്ക് എനിക്കിവിടെ ഒന്നും അവിടെ നോക്കാതെ പറ്റുമോ? മാമി സുഖമാണോ? ഇപ്പം പ്രശ്നങ്ങളൊക്കെ ഓക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിരിക്കും അല്ലേ? എങ്ങനെ സഹിക്കണം ഇതിനെയൊക്കെ? നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു അവരുടെ സുഖവരെ അന്വേഷിക്കാൻ നടന്നു? ഇവരുടെ മോനും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അയ്യോ അല്ല, അവൻ നല്ല പയ്യനാടി. അവളെ ഇവിടെ പൊന്നുപോലെ അവൻ നോക്കണം. അങ്ങനെയാണെങ്കിൽ അവൾക്ക് കൊള്ളാം. അവർ സന്തോഷത്തോടെ തന്നെ കഴിയണം. പക്ഷെ ആ തൊള്ള കാരണം ഞാനാ അനുഭവിക്കുന്നത്. അപ്പച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടാൻ? നമുക്ക് ആര്യനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോവാം. അല്ലെങ്കിൽ അതല്ലേ നാട്ടു നടപ്പ്? അത് ശരിയാ, പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ഓർത്തേയില്ല. മാത്രമാണ് ഈ 7-ാം മാസം വളയുടെ ചടങ്ങില്ലേ, ആ നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തണം. ഇല്ലെങ്കിൽ ഇനി അത് മതി ബന്ധുക്കൾക്ക് പറയാൻ. മോനീ വന്നോട്ടെ, നമുക്ക് ഈ ആഴ്ച തന്നെ നല്ലൊരു ദിവസം നോക്കി അവളെ വീട്ടിൽ കൊണ്ടുപോകും. ഇവിടെ ആരും ആരെയും കൊണ്ടുപോകാൻ പോണില്ല. അത് തീരുമാനിക്കാൻ നിങ്ങളാര്? എൻ്റെ മോടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ പിന്നെ ഞാൻ എന്തിനാ വന്നത്? അവളുടെ പ്രസവം വരെ അവളുടെ കാര്യം നോക്കാനാണ് ഞാൻ വന്നത്. അത് കഴിഞ്ഞിട്ടേ ഞാൻ പോണുള്ളൂ. നിങ്ങളുടെ മനസ്സിലുള്ള പൂതി വെച്ചിരുന്നാൽ മതി. ഓ പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കൊച്ചിനെ കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം. പാവം അപ്പച്ചി എല്ലാം ശ്രമിച്ച് തിരിച്ചു വന്നപ്പോൾ നിങ്ങളെന്തോ തലയിൽ കയറാൻ നിൽക്കണ? നീ ഏതടി? വലിയവര് സംസാരിച്ചിരിക്കുമ്പോ ഇടയിൽ കയറി വന്നാലേ ചവിട്ടിക്കുട്ടി വെളിയിൽ കളയും. അപ്പച്ചി കണ്ട പുറത്തുനിന്ന് പറഞ്ഞ എന്റെ അടുത്ത് ഇങ്ങനെയാണെങ്കിൽ നാളെ അപ്പച്ചിനെ ഇവിടെ ചവിട്ടി ഇറക്കും. പിന്നെ എൻ്റെ മോളെ വീട്ടിൽ ചവിട്ടി ഇറക്കാൻ കുറെ പുളിക്കും. ഇതേ എന്റെ മോന്റെ വീടാ. നിങ്ങൾ രണ്ടെണ്ണം ഇപ്പൊ ഇറങ്ങിക്കോണം. ഒന്ന് നിർത്തോ രണ്ടുപേരും? ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നതിനിടയ്ക്ക് നിങ്ങൾ തുടങ്ങിയോ? ഇടി അപ്പച്ചിയല്ല, ഇവരാണ് ചുമ്മാ അപ്പച്ചിയുടെ മെക്കെട്ട് കയറിയത്. ശ്രേയോട് ഞാൻ ചോദിച്ചില്ല. ഇത് ഞങ്ങളുടെ കുടുംബകാര്യാണ്, ഞങ്ങൾ നോക്കിക്കോളാം. അവള് പറഞ്ഞാൽ എന്താ കുഴപ്പം? അവള് നമ്മളെ കുടുംബത്തിലുള്ളതല്ലേ? ന്യായം പറയാൻ പറ്റിയ ആളെ മമ്മി കൂട്ടുപിടിക്കുന്നത്. മമ്മി ഞങ്ങളെ ഇറക്കി വിട്ട സമയത്ത് 1 മാസത്തോളം മമ്മിയുടെ കുറ്റം പറയാൻ വേണ്ടി മാത്രം അവൾ എന്നെ വിളിക്കുമായിരുന്നു. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാതായപ്പോൾ അതങ്ങ് നിർത്തി. പിന്നെ ഒരു വിവരമില്ല. വീട്ടിൽ കയറി വന്ന ഒരാളോട് ഞാനായിട്ട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് ശരിയല്ലല്ലോ ശ്രേയ. ഇവിടെ എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? മോനെ അവർക്ക് ആര്യയെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന്. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ വന്നേ? മോനെ അതല്ലേ അതിൻ്റെ ഒരു ശരി. ഞാൻ രണ്ടുപേരോടും കൂടെ പറയും, നിങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടായിരുന്നു അതിൻ്റെ 2 ഇരട്ടി ടെൻഷനാണിപ്പോൾ. നിങ്ങൾ തമ്മിൽ എപ്പോൾ അടിയുണ്ടാവുമെന്ന് നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്ക്. മമ്മി ആര്യയെ കൊണ്ടുവന്നതിൽ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ പോലും 15 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. അതൊക്കെ പോട്ടെ, അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ദിവസം മുതൽ ഞാൻ വർക്ക് അറ്റ് ഹോം എടുത്ത് അവളുടെ കൂടെയുണ്ട്. ഈ ഒരു സ്റ്റേജിൽ അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കി അവളുടെ കൂടെ ഉണ്ടാവണമെന്ന് എനിക്കും ആഗ്രഹം കാണൂലേ? ഈ നിമിഷം വരെ ഞാൻ അതിനൊരു കുറവും വരുത്തിയിട്ടില്ല. ഇനി അതല്ല ആര്യയ്ക്ക് വരാനാണ് താല്പര്യമെങ്കിൽ മമ്മി കൊണ്ടുപോക്കും. ഇല്ല മമ്മി, എനിക്ക് ശ്രേയുടെ കൂടെ നിൽക്കാൻ തന്നെ ഇഷ്ടം. ഈ ഒരു ഫേസിൽ ഞാൻ ഇവിടെ ആയിരിക്കും ഏറ്റവും ഹാപ്പി. നിങ്ങൾ രണ്ടുപേർക്കും എൻ്റെയും കുഞ്ഞിൻ്റെ സന്തോഷമാണ് വലുതെങ്കിൽ ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് രണ്ടുപേരും സന്തോഷത്തോടെ ഇവിടെ നിൽക്കണം. അതല്ല നിങ്ങളുടെ വാശിയാണ് വലുതെങ്കിൽ എനിക്കൊന്നും പറയില്ല. അത് പിന്നെ ഈ സമയത്ത് മക്കളുടെ കൂടെ സന്തോഷമായിട്ട് ഇരിക്കേണ്ടതിന് പകരം വെറുതെ നമ്മൾ അടിയുണ്ടാക്കിയില്ലേ? ജയന്തി, ഞാൻ പറഞ്ഞതൊന്നും അതൊക്കെ വിട്, അതൊന്നും സാരമില്ല.
പിള്ളേർക്ക് ഇഷ്ടമുള്ള പായസം ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. അതിനെന്താ, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചുണ്ടാക്കാം. വാ. പ്രഗ്നൻസി ടൈമിൽ മകളാണെങ്കിലും മരുമകളാണെങ്കിലും അവരെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കി വയ്ക്കുന്നത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ പണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മറന്ന് ഈഗോയൊക്കെ മാറ്റി വെച്ച് പ്രഗ്നൻസി സമയം മകൾക്കൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് സമ്മാനിക്കുക. പിന്നൊരു കാര്യം, കൊച്ചിൻ്റെ പേരിടുന്നതിനെ ചൊല്ലി പല വീടുകളിലും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് ആ ഒരു ഡിസിഷൻ കൊച്ചിൻ്റെ അച്ഛനും അമ്മയ്ക്കും വിട്ടുകൊടുക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. നിങ്ങളുടെ അമ്മയാണോ അതോ അമ്മായിയമ്മയാണോ പ്രഗ്നൻസി ടൈമിൽ ശുശ്രൂഷിച്ചത്? നിങ്ങളുടെ പ്രഗ്നൻസി എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യുക. ഓരോ സ്ത്രീകൾക്കും അവരുടെ പ്രഗ്നൻസി പീരീഡ് സന്തോഷം നിറഞ്ഞതാവാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK ടോക്സ് ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി പോസിറ്റീവ് മെസ്സേജ് ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന